ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കഥ കേട്ടുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മുടെ വൊക്കാബുലറി ഈസി ആയിട്ട് കൂട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഓരോ പുതിയ വാക്കും കഥയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്കത് ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. അത് മാത്രമല്ല, സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ടും ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ ലോക്ക്ഡ് വാർഡ്രോബ്, പൂട്ടിക്കിടക്കുന്ന അലമാര. ലോക്ക് എന്ന് പറഞ്ഞാൽ പൂട്ടുക അല്ലെങ്കിൽ അടച്ചു പൂട്ടുക. ലോക്ക്ഡ് പൂട്ടിയ അല്ലെങ്കിൽ പൂട്ടിക്കിടക്കുന്ന. വാർഡ്രോബ് അലമാര, അതായത് വസ്ത്രങ്ങൾ വയ്ക്കാനും തൂക്കിയിടാനൊക്കെ ഉപയോഗിക്കുന്ന വലിയ അലമാര. ദ ലോക്ക്ഡ് വാർഡ്രോബ്, പൂട്ടിക്കിടക്കുന്ന അലമാര. നമുക്ക് കഥ കേട്ട് നോക്കാം. നിതിൻ ബോട്ട് a cheap 50-year-old ancestral home in Palakkad. At midnight, he used a crowbar to force open a heavy iron wardrobe built into the bedroom wall. നിതിൻ പാലക്കാട് വില കുറഞ്ഞ 50 വർഷം പഴക്കമുള്ള ഒരു തറവാട് വീട് വാങ്ങി. അർദ്ധരാത്രിയിൽ കിടപ്പുമുറിയുടെ ചുവരിൽ ഉറപ്പിച്ചിരുന്ന കനമുള്ള ഇരുമ്പ് അലമാര ഒരു കമ്പിപ്പാര ഉപയോഗിച്ച് അവൻ ബലമായി തുറന്നു. നിതിൻ ബോട്ട് a cheap 50-year-old ancestral home in Palakkad. നിതിൻ ബോട്ട്, ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി. ബൈയുടെ പാസ്റ്റാണ് ബൈ, വാങ്ങുക. ബോട്ട് വാങ്ങി. നിതിൻ ബോട്ട്, നിതിൻ വാങ്ങി. എന്താ വാങ്ങിയത്? അ ചീപ്പ് 50-year-old ancestral home. ചീപ്പ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്കുള്ള. 50-year-old 50 വർഷം പഴക്കമുള്ള. ആൻസിസ്ട്രൽ എന്ന് വെച്ചാൽ പൈതൃകമായ, പൂർവികരുടെ അല്ലെങ്കിൽ തലമുറകളായുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ഹോം വീട്. ആൻസിസ്ട്രൽ ഹോം എന്ന് വെച്ചാൽ പൈതൃക ഭവനം അല്ലെങ്കിൽ തറവാട് വീട്. എവിടെയാണ് വാങ്ങിയത്? ഇൻ പാലക്കാട്, പാലക്കാട്. നിതിൻ ബോട്ട് എ ചീപ്പ് 50-year-old ancestral home in പാലക്കാട്. നിതിൻ പാലക്കാട് വില കുറഞ്ഞ 50 വർഷം പഴക്കമുള്ള ഒരു തറവാട് വീട് വാങ്ങി. അറ്റ് മിഡ് നൈറ്റ് ഹി യൂസ്ഡ് എ crowbar to force open a heavy iron wardrobe built into the bedroom wall. അറ്റ് മിഡ് നൈറ്റ്, മിഡ് നൈറ്റ് അർദ്ധരാത്രി. അറ്റ് മിഡ് നൈറ്റ് അർദ്ധരാത്രിയിൽ. ഹി യൂസ്ഡ് എ ക്രോബാർ, യൂസ്ഡ് ഉപയോഗിച്ചു. ക്രോബാർ എന്ന് വെച്ചാൽ കമ്പിപ്പാര, കടപ്പാര, ഇതൊക്കെയാണ് അർത്ഥം. അതായത് കട്ടിപ്പണികൾക്കും കനമുള്ള വസ്തുക്കളൊക്കെ കുത്തിപ്പൊക്കാനും തറ തുറക്കാനും വാതിലുകളോ പെട്ടികളോ ഒക്കെ ബലം പ്രയോഗിച്ച് തുറക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പായുധം. ഇതിനെ കമ്പിപ്പാര അല്ലെങ്കിൽ കടപ്പാര എന്നൊക്കെ പറയും. ഹി യൂസ്ഡ് എ ക്രോബാർ, അവനൊരു കമ്പിപ്പാര ഉപയോഗിച്ചു. ടു ഫോഴ്സ് ഓപ്പൺ, ഓപ്പൺ തുറക്കുക. ഫോഴ്സ് ഓപ്പൺ എന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് തുറക്കുക. ടു ഫോഴ്സ് ഓപ്പൺ, ബലം പ്രയോഗിച്ച് തുറക്കാൻ. എ ഹെവി അയൺ വാർഡ്രോബ്, ഹെവി ഭാരമുള്ള അല്ലെങ്കിൽ കനമുള്ള. അയൺ ഇരുമ്പ്, വാർഡ്രോബ് അലമാര. എ ഹെവി അയൺ വാർഡ്രോബ്, ഒരു ഭാരമുള്ള ഇരുമ്പ് അലമാര. ബിൽറ്റ് ഇൻ ടു ദ ബെഡ്റൂം വാൾ. ബിൽറ്റ് ഇൻ ടു എന്ന് വെച്ചാൽ ഘടിപ്പിച്ച, അതായത് ചുമരിലേക്ക് തന്നെ പണിതുണ്ടാക്കിയ. വാൾ എന്ന് പറഞ്ഞാൽ ചുമര് അല്ലെങ്കിൽ മതിൽ. ബിൽറ്റ് ഇൻ ടു ദ വാൾ, ചുമരിലിട്ട് പണിത അല്ലെങ്കിൽ ചുവരിൽ ഉറപ്പിച്ച. അറ്റ് മിഡ് നൈറ്റ് ഹി യൂസ്ഡ് എ ക്രോബാർ ടു ഫോഴ്സ് ഓപ്പൺ എ ഹെവി അയൺ വാർഡ്രോബ് ബിൽറ്റ് ഇൻ ടു ദ ബെഡ്റൂം വാൾ. അർദ്ധരാത്രിയിൽ കിടപ്പുമുറിയുടെ ചുവരിൽ ഉറപ്പിച്ചിരുന്ന കനമുള്ള ഇരുമ്പ് അലമാര ഒരു കമ്പിപ്പാര ഉപയോഗിച്ച് അവൻ ബലമായി തുറന്നു. ഇറ്റ് വാസ് എംപ്റ്റി എക്സെപ്റ്റ് ഫോർ എ സ്മാർട്ട് ഫോൺ ടേപ്ഡ് ഇൻസൈഡ്, ആക്റ്റീവ് ഓൺ എ ലൈവ് വീഡിയോ കോൾ. അതിനകത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് അത് ശൂന്യമായിരുന്നു. എന്നാൽ ഉള്ളിലായി ഒരു സ്മാർട്ട് ഫോൺ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലൈവ് വീഡിയോ കോൾ അല്ലെങ്കിൽ ഒരു തത്സമയ വീഡിയോ കോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് എംപ്റ്റി. എംപ്റ്റി എന്ന് വെച്ചാൽ ശൂന്യമായ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത. ഇറ്റ് വാസ് എംപ്റ്റി, അത് ശൂന്യമായിരുന്നു. അതായത് അലമാരയ്ക്കുള്ളിൽ വേറെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ഫോർ എ സ്മാർട്ട് ഫോൺ ടേപ്ഡ് ഇൻസൈഡ്. എക്സെപ്റ്റ് ഫോർ എന്ന് വെച്ചാൽ ഒഴികെ, അതായത് ആ ഫോൺ ഒഴികെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ടേപ്ഡ് എന്ന് വെച്ചാൽ ഒട്ടിച്ചു വെച്ചു, അതായത് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ പശയുള്ള ടേപ്പോ വെച്ച് ഒട്ടിച്ചു വെച്ചു. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. സ്മാർട്ട് ഫോൺ ടേപ്ഡ് ഇൻസൈഡ്, ഉള്ളിൽ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു സ്മാർട്ട് ഫോൺ. ആക്റ്റീവ് ഓൺ എ ലൈവ് വീഡിയോ കോൾ. ആക്റ്റീവ് എന്ന് വെച്ചാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് സ്മാർട്ട് ഫോൺ ഓഫ് ആവാതെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്റ്റീവ് ഓൺ എ ലൈവ് വീഡിയോ കോൾ, ഒരു തത്സമയ വീഡിയോ കോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ കട്ടാവാതെ ലൈവ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് എംപ്റ്റി എക്സെപ്റ്റ് ഫോർ എ സ്മാർട്ട് ഫോൺ ടേപ്ഡ് ഇൻസൈഡ്, ആക്റ്റീവ് ഓൺ എ ലൈവ് വീഡിയോ കോൾ.
അതിനകത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ളിലായി ഒരു സ്മാർട്ട് ഫോൺ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തത്സമയ വീഡിയോ കോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിതിൻ picked it up. A panicked neighbor's voice whispered from the speaker. "Don't make a sound. The people who sold you this house are organ traffickers. They didn't move abroad. They are downstairs right now, checking if you are asleep." നിതിൻ ഫോൺ എടുത്തു. പരിഭ്രാന്തിയോടെയുള്ള ഒരു അയൽക്കാരൻ്റെ ശബ്ദം സ്പീക്കറിലൂടെ വളരെ പതുക്കെ കേട്ടു. "ശബ്ദമുണ്ടാക്കരുത്. നിങ്ങൾക്ക് ഈ വീട് വിറ്റവർ അവയവക്കടത്തുകാരാണ്. അവർ വിദേശത്തേക്ക് താമസം മാറ്റിയിട്ടൊന്നുമില്ല. അവരിപ്പോൾ താഴത്തെ നിലയിലുണ്ട്. നിങ്ങൾ ഉറങ്ങിയോ എന്ന് പരിശോധിക്കുകയാണ്." നിതിൻ picked it up. പിക്കപ്പ് എന്ന് വെച്ചാൽ ഫോൺ കോൾ എടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലീസ് പിക്കപ്പ് ദ ഫോൺ. ദയവായി ഫോൺ എടുക്കൂ. അതുപോലെ തന്നെ നിലത്ത് നിന്നോ അല്ലെങ്കിൽ മേശപ്പുറത്ത് നിന്നോ എന്തെങ്കിലും കൈകൊണ്ട് എടുക്കുന്നതിനെയും പിക്കപ്പ് എന്ന് പറയാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിക്കപ്പ് ദാറ്റ് പെൻ. ആ പേന എടുക്കൂ. ഇവിടെ ഫോൺ കോൾ എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിതിൻ picked it up. നിതിൻ അതെടുത്തു. അതായത് ഫോൺ കോൾ റിങ് ചെയ്തപ്പോൾ ഫോൺ എടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ പാനിക് നെയ്ബേഴ്സ് വോയിസ് വിസ്പേർഡ് ഫ്രം ദ സ്പീക്കർ. പാനിക് എന്ന് വെച്ചാൽ പരിഭ്രാന്തി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പേടി. പാനിക്ഡ് പരിഭ്രാന്തനായ അല്ലെങ്കിൽ ഭയന്ന് വിറച്ച. നെയ്ബർ എന്ന് പറഞ്ഞാൽ അയൽക്കാരൻ. വോയിസ് ശബ്ദം. വിസ്പർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക അല്ലെങ്കിൽ രഹസ്യമായി പറയുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ രഹസ്യമായി പറഞ്ഞു അല്ലെങ്കിൽ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചു. എ പാനിക് നെയ്ബേഴ്സ് വോയിസ്. പരിഭ്രാന്തനായ ഒരു അയൽക്കാരൻ്റെ ശബ്ദം. വിസ്പേർഡ് ഫ്രം ദ സ്പീക്കർ. ഇവിടെ സ്പീക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോണിൻ്റെ സ്പീക്കറാണ്. വിസ്പേർഡ് ഫ്രം ദ സ്പീക്കർ. ഫോണിൻ്റെ സ്പീക്കറിലൂടെ രഹസ്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഡോണ്ട് മേക്ക് എ സൗണ്ട്. മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. ഡോണ്ട് മേക്ക് ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് എ സൗണ്ട് സൗണ്ട് ഉണ്ടാക്കരുത് അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കരുത്. ദ പീപ്പിൾ ഹു സോൾഡ് യു ദിസ് ഹൗസ് ആർ ഓർഗൻ ട്രാഫിക്കേഴ്സ്. ദ പീപ്പിൾ ആളുകൾ. ഹു സോൾഡ് യു ദിസ് ഹൗസ്. സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. സോൾഡ് വിറ്റു. സെല്ലിൻ്റെ പാസ്റ്റാണ് സോൾഡ് വിറ്റു. ദ പീപ്പിൾ ഹു സോൾഡ് യു ദിസ് ഹൗസ്. ഈ വീട് നിങ്ങൾക്ക് വിറ്റവർ. ആർ ഓർഗൻ ട്രാഫിക്കേഴ്സ്. ഓർഗൻ എന്ന് വെച്ചാൽ അവയവം. ട്രാഫിക്കേഴ്സ് എന്ന് പറയുന്നത് കടത്തുകാർ, അതായത് നിയമവിരുദ്ധമായി കച്ചവടം നടത്തുന്നവർ. അപ്പോൾ ഓർഗൻ ട്രാഫിക്കേഴ്സ് എന്ന് വെച്ചാൽ അവയവ കച്ചവടം നടത്തുന്നവർ. ദ പീപ്പിൾ ഹു സോൾഡ് യു ദിസ് ഹൗസ് ആർ ഓർഗൻ ട്രാഫിക്കേഴ്സ്. നിങ്ങൾക്ക് ഈ വീട് വിറ്റവർ അവയവ കടത്തുകാരാണ്. ദേ ഡിഡിൻ മൂവ് അബ്രോഡ്. മൂവ് എന്ന് വെച്ചാൽ നീങ്ങുക അല്ലെങ്കിൽ താമസം മാറുന്നതിനെയൊക്കെ മൂവ് എന്ന് പറയും. ഡിഡിൻ മൂവ് എന്ന് വെച്ചാൽ താമസം മാറിയിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടില്ല. അബ്രോഡ് വിദേശത്ത്. ദേ ഡിഡിൻ മൂവ് അബ്രോഡ്. അവർ വിദേശത്തേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ വിദേശത്തേക്ക് താമസം മാറിയിട്ടില്ല. ദേ ആർ ഡൗൺ സ്റ്റേഴ്സ് റൈറ്റ് നൗ. ഡൗൺ സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ താഴത്തെ നിലയിൽ. റൈറ്റ് നൗ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ നിമിഷം. ദേ ആർ ഡൗൺ സ്റ്റേഴ്സ് റൈറ്റ് നൗ. അവരിപ്പോൾ താഴത്തെ നിലയിലുണ്ട്. ചെക്കിംഗ് ഇഫ് യു ആർ അസ്ലീപ്പ്. ചെക്കിംഗ് പരിശോധിക്കുന്നു അല്ലെങ്കിൽ നോക്കുന്നു. ഇഫ് ആണോ എന്ന്. ആർ അസ്ലീപ്പ് ഉറങ്ങിയോ എന്ന്. ചെക്കിംഗ് ഇഫ് യു ആർ അസ്ലീപ്പ് നിങ്ങൾ ഉറങ്ങിയോ എന്ന് പരിശോധിക്കുകയാണ്. ദേ ആർ ഡൗൺ സ്റ്റേഴ്സ് റൈറ്റ് നൗ. ചെക്കിംഗ് ഇഫ് യു ആർ അസ്ലീപ്പ് അവരിപ്പോൾ താഴത്തെ നിലയിലുണ്ട്. നിങ്ങൾ ഉറങ്ങിയോ എന്ന് പരിശോധിക്കുകയാണ്. നിതിൻ picked it up. A panicked neighbor's voice whispered from the speaker. Don't make a sound. The people who sold you this house are organ traffickers. They didn't move abroad. They are downstairs right now, checking if you are asleep. നിതിൻ ഫോൺ എടുത്തു. പരിഭ്രാന്തിയോടെ ഒരു അയൽക്കാരൻ്റെ ശബ്ദം സ്പീക്കറിലൂടെ വളരെ പതുക്കെ കേട്ടു. ശബ്ദമുണ്ടാക്കരുത്. നിങ്ങൾക്ക് ഈ വീട് വിറ്റവർ അവയവക്കടത്തുകാരാണ്. അവർ വിദേശത്തേക്ക് താമസം മാറിയിട്ടില്ല. അവരിപ്പോൾ താഴത്തെ നിലയിലുണ്ട്. നിങ്ങൾ ഉറങ്ങിയോ എന്ന് പരിശോധിക്കുകയാണ്. സഡൻലി ദ ഫ്ലോർ ബോർഡ്സ് റൈറ്റ് ഔട്ട്സൈഡ് ഹിസ് ബെഡ്റൂം ഡോർ creaked softly. 3 flashlight beams cut through the darkness of the hallway, moving slowly toward his room. പെട്ടെന്ന് അവൻ്റെ കിടപ്പുമുറിയുടെ വാതിലിന് തൊട്ടുപുറത്തുള്ള തറപ്പലകകൾ പതുക്കെ ശബ്ദിച്ചു. ഇരുട്ടുമൂടിയ ഇടനാഴിയിലൂടെ 3 ഫ്ലാഷ്ലൈറ്റ് വെളിച്ചങ്ങൾ അവൻ്റെ മുറി ലക്ഷ്യമാക്കി സാവധാനം നീങ്ങി വന്നു. സഡൻലി ദ ഫ്ലോർ ബോർഡ്സ് റൈറ്റ് ഔട്ട്സൈഡ് ഹിസ് ബെഡ്റൂം ഡോർ creaked softly. സഡൻലി പെട്ടെന്ന് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി. ദ ഫ്ലോർ ബോർഡ്സ് തറയിൽ പാകിയിരിക്കുന്ന മരപ്പലകകളെയാണ് ഫ്ലോർ ബോർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ഔട്ട്സൈഡ് ഹിസ് ബെഡ്റൂം ഡോർ. റൈറ്റ് ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ തൊട്ട് പുറത്ത്. ഹിസ് ബെഡ്റൂം ഡോർ അവൻ്റെ കിടപ്പുമുറിയുടെ വാതിൽ. റൈറ്റ് ഔട്ട്സൈഡ് ഹിസ് ബെഡ്റൂം ഡോർ അവൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലിന് തൊട്ട് പുറത്തുള്ള.
ദ ഫ്ലാഷ് ബോർഡ്സ് റൈറ്റ് ഔട്ട്സൈഡ് ഹിസ് ബെഡ്റൂം ഡോർ. അവൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലിന് തൊട്ട് പുറത്തുള്ള തറപ്പലകകൾ. ക്രീക്ഡ് സോഫ്റ്റ്ലി. ക്രീക്ക് എന്ന് വെച്ചാൽ കിരുകിരുപ്പ് ശബ്ദം, അതായത് മരപ്പലകകൾ, പഴയ വാതിലുകൾ, കട്ടിലുകളൊക്കെ അനങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ശബ്ദം. സോഫ്റ്റ്ലി പതുക്കെ. ക്രീക്ഡ് സോഫ്റ്റ്ലി. പതുക്കെ മരപ്പലകകൾ അമരുമ്പോഴുണ്ടാവുന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. 3 ഫ്ലാഷ് ലൈറ്റ് ബീംസ് കട്ട് ത്രൂ ദ ഡാർക്ക്നെസ് ഓഫ് ദ ഹോൾവേ. 3 ഫ്ലാഷ് ലൈറ്റ് ബീംസ്. ഫ്ലാഷ് ലൈറ്റ് ബീംസ് എന്ന് വെച്ചാൽ ടോർച്ചിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ. 3 ഫ്ലാഷ് ലൈറ്റ് ബീംസ്. 3 ടോർച്ചുകളിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ അല്ലെങ്കിൽ വെളിച്ചം. കട്ട് ത്രൂ എന്ന് വെച്ചാൽ കീറി മുറിക്കുക, ഭേദിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. കട്ട് ത്രൂ ദ ഡാർക്ക്നെസ് ഓഫ് ദ ഹോൾവേ. ഡാർക്ക്നെസ് ഇരുട്ട്. കട്ട് ത്രൂ ദ ഡാർക്ക്നെസ് ഇരുട്ടിനെ കീറി മുറിക്കുക അല്ലെങ്കിൽ ഇരുട്ടിനെ ഭേദിക്കുക. ഹോൾവേ എന്ന് പറഞ്ഞാൽ ഇടനാഴി. ദ ഡാർക്ക്നെസ് ഓഫ് ദ ഹോൾവേ, ഇടനാഴിയിലെ ഇരുട്ട്. 3 ഫ്ലാഷ് ലൈറ്റ് ബീംസ് കട്ട് ത്രൂ ദ ഡാർക്ക്നെസ് ഓഫ് ദ ഹോൾവേ. ഇടനാഴിയിലെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് 3 ഫ്ലാഷ് ലൈറ്റ് വെളിച്ചങ്ങൾ കടന്നു വന്നു. മൂവിങ് സ്ലോലി ടുവേർഡ് ഹിസ് റൂം. മൂവ് നീങ്ങുക, സ്ലോലി പതുക്കെ. ടുവേർഡ് എന്ന് വെച്ചാൽ നേരെ അല്ലെങ്കിൽ ലക്ഷ്യമാക്കി, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് റൂം അവൻ്റെ റൂം. മൂവിങ് സ്ലോലി ടുവേർഡ് ഹിസ് റൂം. പതുക്കെ അവൻ്റെ മുറി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. സഡൻലി ദ ഫ്ലോർ ബോർഡ്സ് റൈറ്റ് ഔട്ട്സൈഡ് ഹിസ് ബെഡ്റൂം ഡോർ ക്രീക്ഡ് സോഫ്റ്റ്ലി. 3 ഫ്ലാഷ് ലൈറ്റ് ബീംസ് കട്ട് ത്രൂ ദ ഡാർക്ക്നെസ് ഓഫ് ദ ഹോൾവേ മൂവിങ് സ്ലോലി ടുവേർഡ് ഹിസ് റൂം. പെട്ടെന്ന് അവൻ്റെ കിടപ്പുമുറിയുടെ വാതിലിന് തൊട്ടുപുറത്തുള്ള തറപ്പലകകൾ പതുക്കെ ശബ്ദിച്ചു. ഇരുട്ടുമൂടിയ ഇടനാഴിയിലൂടെ 3 ഫ്ലാഷ് ലൈറ്റ് വെളിച്ചങ്ങൾ അവൻ്റെ മുറി ലക്ഷ്യമാക്കി സാവധാനം നീങ്ങി വന്നു. നിതിൻ ഫ്രോസ്. ദ ഫുഡ് സ്റ്റെപ്പ് സ്റ്റോപ്ഡ് ഔട്ട്സൈഡ് ആൻഡ് ദ ഡോർ ഹാൻഡിൽ ടേൺഡ്. നിതിൻ പെട്ടെന്ന് നിശ്ചലനായിപ്പോയി അല്ലെങ്കിൽ ഭയന്ന് വിറച്ചു നിന്നു. പുറത്തുനിന്നുള്ള കാൽപ്പെരുമാറ്റം പെട്ടെന്ന് നിന്നു. വാതിലിൻ്റെ ഹാൻഡിൽ തിരിഞ്ഞു. നിതിൻ ഫ്രോസ്. ഫ്രോസ് എന്ന് വെച്ചാൽ ഫ്രീസിൻ്റെ പാസ്റ്റാണ്. പേടി കൊണ്ട് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ മരവിച്ച് നിൽക്കുക, ഇതാണ് അർത്ഥം. നിതിൻ ഫ്രോസ്. നിതിൻ പെട്ടെന്ന് നിശ്ചലനായിപ്പോയി അല്ലെങ്കിൽ ഭയന്ന് വിറച്ചു നിന്നു. ദ ഫുഡ് സ്റ്റെപ്പ് സ്റ്റോപ്ഡ് ഔട്ട്സൈഡ്. ഫുഡ് സ്റ്റെപ്സ് എന്ന് വെച്ചാൽ കാൽപ്പെരുമാറ്റം അല്ലെങ്കിൽ കാൽപ്പാടുകളുടെ ശബ്ദം. ഔട്ട്സൈഡ് പുറത്ത്. ദ ഫുഡ് സ്റ്റെപ്പ് സ്റ്റോപ്ഡ് ഔട്ട്സൈഡ്. പുറത്ത് കാലടി ശബ്ദം നിന്നു. ആൻഡ് ദ ഡോർ ഹാൻഡിൽ ടേൺഡ്. ഹാൻഡിൽ എന്ന് വെച്ചാൽ പിടി. ഡോർ ഹാൻഡിൽ വാതിലിൻ്റെ പിടി. ടേൺ എന്ന് പറഞ്ഞാൽ തിരിക്കുക അല്ലെങ്കിൽ തിരിയുക എന്നൊക്കെയാണ് അർത്ഥം. ഡോർ ഹാൻഡിൽ ടേൺഡ്. വാതിലിൻ്റെ പിടി തിരിഞ്ഞു. നിതിൻ ഫ്രോസ്. ദ ഫുഡ് സ്റ്റെപ്പ് സ്റ്റോപ്ഡ് ഔട്ട്സൈഡ് ആൻഡ് ദ ഡോർ ഹാൻഡിൽ ടേൺഡ്. നിതിൻ പെട്ടെന്ന് നിശ്ചലനായിപ്പോയി. പുറത്തുനിന്നുള്ള കാൽപ്പെരുമാറ്റം പെട്ടെന്ന് നിന്നു. വാതിലിൻ്റെ ഹാൻഡിൽ തിരിഞ്ഞു. ഡെസ്പറേറ്റ്, നിതിൻ സ്ക്യൂസ്ഡ് ബിഹൈൻഡ് ദി ഓപ്പണിംഗ് ഡോർ ജസ്റ്റ് ആസ് ദ ഇൻട്രൂഡേഴ്സ് എൻറ്റേർഡ്. ദെയർ ഫ്ലാഷ് ലൈറ്റ്സ് സ്വീപ്പിംഗ് ദ റൂം. നിരാശയും പരിഭ്രാന്തിയും നിറഞ്ഞ ആ അവസ്ഥയിൽ അക്രമികൾ അകത്തേക്ക് കടന്ന അതേ നിമിഷം തന്നെ നിതിൻ തുറന്നു വന്ന വാതിലിന് പിന്നിലേക്ക് ഒതുങ്ങി നിന്നു അല്ലെങ്കിൽ പതുങ്ങി ഒളിച്ചു. അവരുടെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചം ആ മുറിയാകെ തെരഞ്ഞു നടന്നു. ഡെസ്പറേറ്റ് എന്ന് വെച്ചാൽ നിരാശനായ അല്ലെങ്കിൽ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലായ, ഇതാണ് അർത്ഥം. നിതിൻ സ്ക്യൂസ്ഡ് ബിഹൈൻഡ് ദി ഓപ്പണിംഗ് ഡോർ. സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഞെരുക്കം, ഞെക്കുക, അമർത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ബിഹൈൻഡ് പുറകിൽ അല്ലെങ്കിൽ പിന്നിൽ. ഇവിടെ സ്ക്യൂസ്ഡ് ബിഹൈൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നിലേക്ക് ഇടുങ്ങി അല്ലെങ്കിൽ ഒതുങ്ങി നിന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നിതിൻ സ്ക്യൂസ്ഡ് ബിഹൈൻഡ് ദി ഓപ്പണിംഗ് ഡോർ. നിതിൻ തുറന്നു വന്ന വാതിലിന് പിന്നിലേക്ക് ഒതുങ്ങി നിന്നു അല്ലെങ്കിൽ പതുങ്ങി ഒളിച്ചു. അതെപ്പോഴാ? ആസ് ദി ഇൻട്രൂഡേഴ്സ് എൻറ്റേർഡ്. ഇൻട്രൂഡേഴ്സ് എന്ന് വെച്ചാൽ അതിക്രമിച്ചു കടന്നവർ അല്ലെങ്കിൽ അക്രമികൾ. എൻറ്റർ എന്ന് വെച്ചാൽ അകത്തേക്ക് കടക്കുക. ആസ് ദി ഇൻട്രൂഡേഴ്സ് എൻറ്റേർഡ്. അക്രമികൾ അകത്തേക്ക് കടന്നപ്പോൾ. നിതിൻ സ്ക്യൂസ്ഡ് ബിഹൈൻഡ് ദി ഓപ്പണിംഗ് ഡോർ ജസ്റ്റ് ആസ് ദി ഇൻട്രൂഡേഴ്സ് എൻറ്റേർഡ്. അക്രമികൾ അകത്തേക്ക് കടന്ന അതേ നിമിഷം തന്നെ നിതിൻ തുറന്നു വന്ന വാതിലിന് പിന്നിലേക്ക് ഒതുങ്ങി നിന്നു അല്ലെങ്കിൽ പതുങ്ങി ഒളിച്ചു. ദെയർ ഫ്ലാഷ് ലൈറ്റ്സ് സ്വീപ്പിംഗ് ദ റൂം. സ്വീപ്പിംഗ് എന്ന് വെച്ചാൽ വ്യാപകമായ അല്ലെങ്കിൽ വിപുലമായ എന്നൊക്കെയാണ് അർത്ഥം. ഫ്ലാഷ് ലൈറ്റ്സ് സ്വീപ്പിംഗ് ദ റൂം, അതായത് ഫ്ലാഷ് ലൈറ്റ് വെളിച്ചം മുറിയിലാകെ അടിച്ചു നോക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെയർ ഫ്ലാഷ് ലൈറ്റ്സ് സ്വീപ്പിംഗ് ദ റൂം. അവരുടെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചം ആ മുറിയിലാകെ തെരഞ്ഞു നടന്നു. ഡെസ്പറേറ്റ്, നിതിൻ സ്ക്യൂസ്ഡ് ബിഹൈൻഡ് ദി ഓപ്പണിംഗ് ഡോർ ജസ്റ്റ് ആസ് ദി ഇൻട്രൂഡേഴ്സ് എൻറ്റേർഡ്. ദെയർ ഫ്ലാഷ് ലൈറ്റ്സ് സ്വീപ്പിംഗ് ദ റൂം. നിരാശയും പരിഭ്രാന്തിയും നിറഞ്ഞ ആ അവസ്ഥയിൽ അക്രമികൾ അകത്തേക്ക് കടന്ന അതേ നിമിഷം തന്നെ നിതിൻ തുറന്നു വന്ന വാതിലിന് പിന്നിലേക്ക് ഒതുങ്ങി നിന്നു. അവരുടെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചം ആ മുറിയിലാകെ തെരഞ്ഞു നടന്നു. ഹീ ഈസ് നോട്ട് ഹിയർ, ചെക്ക് ദ ബാത്റൂം, എ വോയിസ് ഗ്രൗൾഡ്. ആസ് ദേ മൂവ്ഡ് പാസ്റ്റ് ഹിസ് ഹൈഡിംഗ് സ്പോട്ട്,
Nitin slipped out into the dark hallway and bolted down the stairs into the night. അവൻ ഇവിടെയില്ല, ബാത്റൂം പരിശോധിക്കൂ. ഒരു പരുക്കൻ ശബ്ദം ഗർജിച്ചു. അവർ തൻ്റെ ഒളിത്താവളം കടന്ന് മുന്നോട്ട് നീങ്ങിയതും നിതിൻ പെട്ടെന്ന് ഇരുണ്ട ഇടനാഴിയിലേക്ക് വലിഞ്ഞ് പടവുകളിറങ്ങി ഓടി ആ രാത്രിയിലേക്ക് രക്ഷപ്പെട്ടു. ഹീസ് നോട്ട് ഹിയർ. അവൻ ഇവിടെയില്ല. ചെക്ക് ദ ബാത്റൂം. ബാത്റൂം പരിശോധിക്കൂ. എ വോയിസ് ഗ്രൗൾഡ്. ഗ്രൗൾഡ് എന്ന് വെച്ചാൽ ഗർജിച്ചു അല്ലെങ്കിൽ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. എ വോയിസ് ഗ്രൗൾഡ്. ഒരു പരുക്കൻ ശബ്ദം ഗർജിച്ചു. ആസ് ദേ മൂവ്ഡ് പാസ്റ്റ് ഹിസ് ഹൈഡിംഗ് സ്പോട്ട്. മൂവ് നീങ്ങുക. ഹൈഡിംഗ് സ്പോട്ട് എന്ന് വെച്ചാൽ ഒളിത്താവളം അല്ലെങ്കിൽ ഒളിച്ചിരുന്ന സ്ഥലം. ആസ് ദേ മൂവ്ഡ് പാസ്റ്റ് ഹിസ് ഹൈഡിംഗ് സ്പോട്ട്. അവർ തൻ്റെ ഒളിത്താവളം കടന്ന് മുന്നോട്ട് നീങ്ങിയതും നിതിൻ സ്ലിപ്ഡ് ഔട്ട് ഇൻ ടു ദ ഡാർക്ക് ഹോൾവേ. സ്ലിപ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ പതുക്കെ അല്ലെങ്കിൽ ആരും അറിയാതെ പുറത്ത് കടന്നു. ഹോൾവേ നമ്മൾ നേരത്തെ പറഞ്ഞു ഇടനാഴി. ഡാർക്ക് ഹോൾവേ ഇരുണ്ട ഇടനാഴി. ആൻഡ് ബോൾട്ടഡ് ഡൗൺ ദ സ്റ്റെയർസ് ഇൻ ടു ദ നൈറ്റ്. ബോൾട്ടഡ് എന്ന് വെച്ചാൽ ജീവനും കൊണ്ട് വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടു. ഇതാണ് അർത്ഥം. ഡൗൺ ദ സ്റ്റെയർസ് പടവുകൾ ഇറങ്ങി. ഇൻ ടു ദ നൈറ്റ് രാത്രിയിലേക്ക്. നിതിൻ സ്ലിപ്ഡ് ഔട്ട് ഇൻ ടു ദ ഡാർക്ക് ഹോൾവേ ആൻഡ് ബോൾട്ടഡ് ഡൗൺ ദ സ്റ്റെയർസ് ഇൻ ടു ദ നൈറ്റ്. നിതിൻ പെട്ടെന്ന് ഇരുണ്ട ഇടനാഴിയിലേക്ക് വലിഞ്ഞ് പടവുകൾ ഇറങ്ങി ഓടി ആ രാത്രിയിലേക്ക് രക്ഷപ്പെട്ടു. ഹീ ഈസ് നോട്ട് ഹിയർ. ചെക്ക് ദ ബാത്റൂം. എ വോയിസ് ഗ്രൗൾഡ്. ആസ് ദേ മൂവ്ഡ് പാസ്റ്റ് ഹിസ് ഹൈഡിംഗ് സ്പോട്ട് നിതിൻ സ്ലിപ്ഡ് ഔട്ട് ഇൻ ടു ദ ഡാർക്ക് ഹോൾവേ ആൻഡ് ബോൾട്ടഡ് ഡൗൺ ദ സ്റ്റെയർസ് ഇൻ ടു ദ നൈറ്റ്. അവൻ ഇവിടെയില്ല. ബാത്റൂം പരിശോധിക്കൂ. ഒരു പരുക്കൻ ശബ്ദം ഗർജിച്ചു. അവർ തൻ്റെ ഒളിത്താവളം കടന്ന് മുന്നോട്ട് നീങ്ങിയതും നിതിൻ പെട്ടെന്ന് ഇരുണ്ട ഇടനാഴിയിലേക്ക് വലിഞ്ഞ് പടവുകളിറങ്ങി ഓടി ആ രാത്രിയിലേക്ക് രക്ഷപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.